ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ അനിത വിത്ത് യു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് നാരങ്ങാച്ചാർ ഉണ്ടാക്കാമെന്നാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കാനായിട്ട് പോകുന്നത്. അതിനായി നമുക്ക് വേണ്ടത് വളരെ വലിപ്പമുള്ള നല്ല മഞ്ഞ പഴുത്ത നാരങ്ങ വേണമേ. അതൊന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലോട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ബോയിൽ ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിലിട്ട്, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അതിനുശേഷം അത് വെള്ളത്തിൽ നിന്ന് എടുത്തൊന്ന് തുണിയിൽ തോർത്തിയതിന് ശേഷം നമുക്കത് നരിഞ്ഞ് ഉപ്പിട്ട് വെക്കാം കേട്ടല്ലോ. അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, അതിൻ്റെ കൂട്ടത്തിൽ അച്ചാറിന് ആവശ്യമായ പൊടികളൂടാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ചട്ടി വെച്ച് കഴിഞ്ഞതിന് ശേഷം ചട്ടിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കടുകെണ്ണയാണ്. എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഞാൻ ഉലുവ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം. ചട്ടി ഓൾറെഡി ചൂടിലിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചട്ടിയുടെ ഫ്ലെയിം എപ്പോഴും ലോയിലിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ആക്ച്വലി ഞാനിന്ന് ഈ അച്ചാർ ഉണ്ടാക്കാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, മിനിഞ്ഞാന്ന് ഞാൻ കഞ്ഞി കുടിക്കാൻ നേരം എനിക്ക് അച്ചാറില്ലായിരുന്നു. കാരണം നമുക്ക് വേണമെന്ന് വെച്ചാൽ പുറത്തു നിന്നൊക്കെ കിട്ടും അച്ചാർ. പക്ഷേ എന്നാലും പുറത്ത് അച്ചാറൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി ഫെർമെൻറ്റേഷൻ, അതായത് കേടുകൂടാതൊക്കെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ചേർക്കുന്നതല്ലേ. വെറുതെ എന്തിനാണ് നമുക്ക് തന്നെ നമ്മൾ അസുഖങ്ങൾ വരുത്തി വെക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി മുളക് പൊടി ഇച്ചിരി എരി കുറവ് മതി. നിങ്ങൾക്കൊക്കെ എരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ മുളക് പൊടി ചേർക്കാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ എല്ലാ കറിക്കും കൂട്ടാനും ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടുതലായിട്ട് മെഷർമെൻറ്റ് ലിങ്കിലൊന്നും കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ വീട്ടിലും എടുക്കുന്ന കൂട്ടാൻ്റെയും കറികളുടെയും ഒക്കെ ക്വാണ്ടിറ്റി വ്യത്യാസമാണ്. അപ്പോൾ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചുള്ള പൊടികൾ നമ്മൾ ചേർക്കുന്ന വ്യത്യാസമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് പാകമായി കഴിഞ്ഞ് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മളാണെങ്കിൽ കുറച്ച് ഒരു 1 ടീസ്പൂണോളം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഓൾറെഡി നമ്മൾ നാരങ്ങയ്ക്കകത്ത് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്താണ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അരപ്പിന് ഉപ്പില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കാണെങ്കിൽ ഞാനിതിലേക്ക് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി നാരങ്ങയ്ക്ക് കയ്പ്പാണ്. പിന്നെ നമ്മൾ ആ കയ്പ്പും ആ പുളിപ്പും ഒക്കെ ഒന്ന് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ കയ്യിൽ ഡേറ്റ്സ് കൂടെ ഉണ്ടെങ്കിൽ ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് ഡേറ്റ്സ് കൂടൊക്കെ ഇട്ടാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത്രയും കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡേറ്റ്സ് ഒന്നുമില്ല. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് ഇടാഞ്ഞത്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ സ്വല്പം, അതായത് 1 ടേബിൾ സ്പൂണോളം ഞാൻ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല, കാരണം വിനാഗിരി അതത്ര നല്ലതായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേങ്കിൽ ചില അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കേട് കൂടാതിരിക്കാൻ നമ്മൾ ചേർത്ത് പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തതാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ നാരങ്ങയെ ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ ഗ്യാസിൻ്റെ സ്റ്റൗവ് അതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യുക. 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്കിതിന് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അച്ചാറെടുത്ത് കഴിക്കാവൂ കേട്ടോ, എങ്കിലേ ടേസ്റ്റ് ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പിയും എൻ്റെ വീഡിയോയും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.